നമസ്കാരം. വർഷങ്ങൾ കഴിയുന്നു. ഷാജി മലയാളത്തിലെ നമ്പർ 1 സംവിധായകരിൽ ഒരാളായി മാറുന്നു. പക്ഷേ ഒരു ദിവസം പോലും ഞാൻ ഷാജിയോട് ഒരു പടത്തിൽ എന്നെ അസോസിയേറ്റ് ആയിട്ടോ അതിൻ്റെ PR ആയിട്ടോ ഒന്ന് സഹകരിപ്പിക്കാമെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല. ശാന്തികളെ, നമ്മുടെ ഒരു പഴയ വാക്കുണ്ടല്ലോ, വരുന്നോ എന്ന് ഷാജിയും ചോദിച്ചിട്ടില്ല. ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. ഈ അടുത്ത കാലത്ത് മേനക സുരേഷ് കുമാറിൻ്റെ അമ്മയുടെ 90 വയസ്സ് നവതി ആഘോഷിക്കുകയാണ്. അപ്പോൾ സുരേഷ് കുമാർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ദിനേശെ, വളരെ ഞങ്ങൾ ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ, പിന്നെ ദിനേശിനെ പോലെ ഒരു വളരെ വേണ്ടപ്പെട്ട 2-3 പേരേ ഉള്ളൂ. സ്ഥലവും പറഞ്ഞു തന്നു, കവടിയാറിൽ. ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു കൊച്ചു ഓഡിറ്റോറിയത്തിലാണ്, AC ഒക്കെ ഉണ്ട്, പക്ഷേ ചെറിയ ഓഡിറ്റോറിയത്തിലാണ്. പൂരപ്പറമ്പിനുള്ള ആളുണ്ട്, കാറിടാൻ പോലും സ്ഥലമില്ല. ഞാൻ എത്രയോ ദൂരെ കൊണ്ടുവന്ന് കാറിട്ടിട്ട് നടന്നു വരികയാണ്. ചന്നം പിന്നെ മഴയും പെയ്യുന്നുണ്ട്. ഞാൻ കയറി ചെല്ലുമ്പോൾ ഷാജി കൈലാസും ആനിയും ഒരു മകനും കൂടെയുണ്ട്. അപ്പോൾ ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്ന് വിശപ്പടിച്ചു തുടങ്ങിയപ്പോൾ ഷാജി കൈലാസ് പറഞ്ഞു, ഞങ്ങളൊരു വേറൊരു സീരിയൽ നടിയുടെ മോളെ കല്യാണത്തിന് പോയിട്ടാണോ വന്നത്, അവിടെ നിന്ന് ഉണ്ടിട്ട് വന്നാൽ മതിയായിരുന്നു, വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഷാജി ഈ ഭാരങ്ങൾ കൊണ്ടു കിടക്കുന്ന ആളല്ല. വലിയ സംവിധായകൻ എന്നുള്ള ഭാരമൊന്നും ഷാജിക്കില്ല. നമുക്ക് അങ്ങോട്ട് നിൽക്കാം എന്ന് പറഞ്ഞു. ഊണ് വിളമ്പുന്നതിൻ്റെ അവിടെ പോയി നിന്ന് കഴിച്ചുകൊണ്ടിരുന്നവർ എണീറ്റ് മാറുന്നതിന് മുമ്പ് തന്നെ അടുത്ത ആളുകൾ ഇടിച്ച് കയറി കഴിഞ്ഞു. ഇങ്ങനെ അപ്പോൾ ഷാജി എന്താ പറയുക, ഞാനിങ്ങനെ 4 പ്രാവശ്യം 5 പ്രാവശ്യം ഇതുപോലെ ഒന്നും നിന്നിട്ട് കിട്ടിയില്ല, ഈ സുരേഷ് കാണിക്കുന്ന വേല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്താ പറഞ്ഞു, യവന്മാരുണ്ടഴിക്കുമ്പോഴേ ഇപ്പം നമ്മളെ പറ്റിച്ചതുപോലെ നമുക്കും പോയി ഓരോ ആളിൻ്റെ പുറകെ പോയി നിൽക്കാം എന്ന് പറഞ്ഞു. നാണം കെട്ട പണിയാണെങ്കിലും പോയി നിന്ന്, വിശപ്പല്ലേ. ഓരോരുത്തരും ആനി ഒരാളിൻ്റെ പുറകെ, ഷാജി കൈലാസ് ഒരാളുടെ പുറകെ, മകൻ ഒരാളുടെ പുറകെ, ഞാനൊരാളുടെ പുറകെ, അങ്ങനെ നിന്നു. അപ്പം ഞാൻ മകനോട് ചോദിക്കുന്നുണ്ട്, മോനെ വിശക്കുന്നുണ്ടെന്ന് വെച്ചാൽ അവൻ ഇല്ലെന്നാണ് പറയണേ. ഷാജി ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് നിൽക്കുക. അപ്പോഴാണ് അവിടെ ഇട്ടിരിക്കുന്ന മേശയുടെ 2 മേശയുടെ അപ്പുറത്ത്, എല്ലാം കൂടെ ഒരു 30-40 പേർക്ക് ഇരിക്കാൻ പറ്റും, അത്രയും സ്ഥലമേ ഉള്ളൂ. ആ സൈഡിലുള്ള മേശയിൽ ആനിക്ക് പരിചയമുള്ള ആരോ 4 പേരിരിക്കുന്നു. ആനി പറഞ്ഞു, ഞാൻ അവിടെ പോയി നിൽക്കാം. ആനി അവിടെ പോയി നിന്നു. ഇതുപോലെ തന്നെ ഉണ്ടില്ല, തീർന്നില്ല എന്നൊക്കെ തോന്നി. എച്ചിലെല്ലാം എടുക്കുമ്പോൾ തന്നെ എല്ലാവരും കയറി ചാടിക്കറി ഇവിടെ ഇരുന്നപ്പോൾ ഷാജിയുടെ കഷ്ടാലത്തിന് ഷാജിക്ക് തോന്നി, ആനി അവിടെ ഇരിക്കില്ല, അവിടെ ഇരിക്കാം. അവിടെ അതിനിടയ്ക്ക് ആനി 3 സീറ്റ് പിടിച്ചു. 4 സീറ്റ് പിടിച്ചപ്പോൾ ഞാൻ എനിക്ക് വേണ്ടാന്ന് കൈ കാണിച്ചു. 3 സീറ്റ് പിടിച്ച് അവിടെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക, ഷാജിക്കും മോനും കൂടെ ചേർത്ത്. ഇവരതിലിരുന്നു. അപ്പോൾ എൻ്റെ ഇങ്ങനെയൊക്കെ ഷാജി കാണിച്ചു. ഇലയിട്ട് കറി വിളമ്പി ചോറിടുന്നതിന് മുമ്പായിട്ട് ഷാജിയുടെ കാതിൽ ആരോ വന്ന് എന്തോ രഹസ്യം പറഞ്ഞു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന TK നായർ സാറ് രാവിലെ ഈ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അദ്ദേഹവും ഭാര്യയും പിന്നെ ആരോ 2 പേരും കൂടെ ഉണ്ട്, 4 പേര്. സാറിന് സമയത്തിന് എന്തോ മരുന്നൊക്കെ കഴിച്ചാൽ ആഹാരം കഴിക്കണം, ഷിവറിങ് ഉണ്ടോ എന്നൊരു സംശയം. അപ്പോൾ സാറിന് ഈ ഊണ് കഴിച്ചേ പറ്റൂ. ഇപ്പോൾ വന്ന് പറഞ്ഞ ആൾ പറഞ്ഞത്, TK നായർ സാറിന് ഇരിക്കാനായിട്ട് ഒന്ന് എണീറ്റ് വരുമെന്ന് ചോദിച്ചു. ഷാജി ആനി അടക്കം 4 പേരെ എണീപ്പിച്ച്. എനിക്ക് സീറ്റ് ഇവിടെ കിട്ടുകയും ചെയ്തു. ഷാജിയും ആനിയും മകനും എണീറ്റു. ഷാജി നേരെ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഉണ്ണാനാണ് വിധി, ഇവിടുത്തെ സദ്യ ഉണ്ണാൻ വിധിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷാജി ഇറങ്ങിപ്പോയി. ഇങ്ങനെ ഒരുപാട് ഷാജി കൈലാസിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് കഥകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ എപ്പോൾ ആലോചിച്ചാലും, എൻ്റെ വിവാഹത്തെ പറ്റി ആയാലും സിനിമാ രംഗത്തെ കാര്യങ്ങളായാലും ആലോചിച്ചാൽ എനിക്ക് ഷാജി കൈലാസ് കല്യാണത്തിൻ്റെ തലേന്ന് രാത്രി 12 മണിക്ക് എൻ്റെ വീട്ടിൽ വന്നത് ഓർമ്മ വരും. ഇതുവരെ ഞാൻ പിന്നെ അതിനെപ്പറ്റി ഷാജിയോട് സംസാരിച്ചിട്ടേ ഇല്ല. ഷാജി മറന്നിരിക്കാം ചിലപ്പോൾ. ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മാക്ടയുടെ ജനറൽ ബോഡി നടക്കുന്നിടത്ത് ചോരുണ്ടെങ്കിലേ ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റൂ, നമ്മൾ താരങ്ങളുടെ പുറകെ നടക്കരുത്, നമ്മളൊരു സാങ്കേതിക പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിർമ്മാതാക്കളുടെ കൂടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഘോരം ഞാൻ പ്രസംഗിക്കുക. അന്ന് ഇപ്പോൾ ഹെഫ്കയിലുള്ള ഏറെക്കുറെ എല്ലാ പേരും, CB മലയിൽ അടക്കമുള്ളവരെല്ലാവരും ആ പക്ഷത്താണ്, കമലടക്കം എല്ലാവരും. അന്ന് അതിലില്ലാത്തത് ഇപ്പോഴത്തെ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി മാത്രമില്ല. അദ്ദേഹം അന്ന് ബൗദ്ധികമായി ചിന്തിച്ച് മറ്റേ റോസ് പൗഡറും ബിഗ് കോച്ച് അടക്കുന്ന അപ്പുറത്ത് വശത്തായിരുന്നു. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം മുഴുവൻ ഫോൺ ഓൺ ചെയ്ത് വെച്ച് ഹൈദരാബാദിലുള്ള കലാഭവമണിക്ക് കേൾപ്പിച്ചു കൊടുത്തു ഷാജി കൈലാസ്. എന്നെ പാരവയ്ക്കാൻ വേണ്ടിയല്ല, പാരവയ്ക്കാനാണെങ്കിൽ ആ ഫോൺ കൊണ്ടൊന്നും എനിക്ക് തരില്ലല്ലോ. ഷാജിക്ക് കുട്ടിക്കളിയാണ് ഇപ്പോഴും. 3-4 പിള്ളേർ വലുതായെങ്കിലും ഷാജിയുടെ കുട്ടിക്കളി മാറിയിട്ടില്ല. ഞാൻ ഓരോരം പ്രസംഗിച്ച് കഴിഞ്ഞിടം തന്നെ ഷാജി കൈലാസ് എൻ്റെ പറഞ്ഞത്, ദിനേശേ, മണി ലൈനിലുണ്ട്, നിന്നോട് സംസാരിക്കണം. ഞാൻ ഫോണെടുത്ത മണി ഒന്നും മിണ്ടാതെ, ഹലോ, ഞാനും നിങ്ങളും
ഗണേശ് ചേട്ടൻ്റെ കാറിൽ സുരേഷ് ഗോപി ചേട്ടൻ SUT ആശുപത്രി കിടക്കുമ്പോൾ ഒരു യാത്ര ചെയ്ത പരിചയമേ നമ്മൾ തമ്മിലുള്ളൂ. നിങ്ങൾക്ക് ഞാനൊരു സിനിമ ചെയ്യാനായിട്ട് ഡേറ്റ് തന്നു. ഇപ്പം നിങ്ങളിവിടെ പ്രസംഗിക്കുകയാണ്, നടീനടന്മാരുടെ പുറകെ നമ്മൾ നടക്കരുത്, നമ്മൾ കാശ് മുടക്കുന്നതിൻ്റെ കൂടെ നിൽക്കണം. അതെന്ത് ന്യായം? ഞാൻ പറഞ്ഞു അതാണ് ന്യായം. പറഞ്ഞ് ഞങ്ങളൊന്ന് തെറ്റി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മണി, ചാലക്കുടിയിൽ നിന്ന് ഒരുത്തൻ ഓട്ടോറിക്ഷ ഓടിച്ച് മലയാള സിനിമയിലേക്ക് വരും, അവനെ വെച്ച് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞല്ല ദിനേശ് ഹരികുമാറിൻ്റെ അസിസ്റ്റൻ്റ് ആയത്. അത് വിട്ടുപിടി. അപ്പോൾ പറഞ്ഞു സ്വരം നന്നല്ലാന്ന് തോന്നിയപ്പോൾ പറഞ്ഞു വൈകുന്നേരം ഞാൻ റൂമിൽ വന്ന ശേഷം സംസാരിക്കാം, ഡേറ്റൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ ഫോൺ കൊണ്ടുവന്ന് ഷാജിക്ക് കൊടുത്തപ്പോൾ ഷാജി അപ്പോഴും എന്നെ നോക്കി ചിരിക്കുക, നിനക്ക് ശരിക്കും കിട്ടിയല്ലടേ എന്നുള്ള രീതിയിൽ. ഷാജി അങ്ങനെയാണ്. അന്ന് രാത്രി ഞാൻ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ ഇരുന്നിട്ട് ഞാൻ ഹൈദരാബാദിലേക്ക് വിളിച്ചപ്പോൾ മണി പറഞ്ഞു, രാവിലെ പറഞ്ഞ പല്ലവി തന്നെ ആവർത്തിക്കുക. അപ്പം ഞാൻ സഹികെട്ട് ഞാൻ പറഞ്ഞു, സിനിമ എന്ന് പറഞ്ഞാൽ മണിക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, ഗീവ് ആൻഡ് ടേക്ക്, കൊടുക്കുക വാങ്ങുക, അത്രയേ ഉള്ളൂ. ഞാനൊരു നല്ല കഥ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളിപ്പോൾ വാങ്ങിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രതിഫലം എന്നോട് ചോദിച്ചു, ഞാൻ തരാമെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ സിനിമയിൽ കേട്ടോ, അതിനപ്പുറം നമ്മൾ ചർച്ച ചെയ്യേണ്ട. അങ്ങനെ പറഞ്ഞ് അവസാനം എന്നോട് പറഞ്ഞു, ഞാൻ നാളെ ചാലക്കുടിയിൽ തിരിച്ചെത്തും, മറ്റന്നാൾ കാലത്ത് എന്നെ വിളിക്കൂ, അപ്പം പറയാം ഈ സിനിമ ചെയ്യാൻ പറ്റുമോ, എന്ന് ചെയ്യാൻ പറ്റും എന്നുള്ള പറയാം. അപ്പോൾ എനിക്കറിയാം, നമ്മൾ പത്രക്കാരനായി ഒരുപാട് കാലം മുട്ടയിട്ടതല്ലേ. സിനിമാക്കാരെപ്പോഴും ഒരാളെ ഒഴിവാക്കുകയാണെങ്കിൽ പറയുന്നത് ഒന്നുകിൽ ഈ കഥയൊന്ന് മാറ്റിപ്പിടിക്കണം, ഇല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞേ ഡേറ്റ് ഉള്ളൂ എന്ന് പറയും. അങ്ങനെ എൻ്റെ ജയറാം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ജയറാമിൻ്റെ ചോദിച്ചത്, 3 വർഷം കഴിഞ്ഞ് നീ ജീവിച്ചിരിക്കുന്നത് എന്താ ഉറപ്പെന്ന്? ശാന്തിയുള്ള വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കും. ഞാൻ പറഞ്ഞു സോറി ജയറാം, ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്താ ഉറപ്പ് എന്ന് ചോദിച്ചാണല്ലോ ജയറാമായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചത്. അതിങ്ങനെ അവരിങ്ങനെ കള്ളം പറയും. അപ്പോൾ നാളെ ചാലക്കുടിയിൽ വന്നിട്ട് ഞാൻ വിളിക്കുമ്പോൾ ഇവൻ പറയാൻ പോകുന്നത് ഒന്നിൽ കഥ മാറ്റണം, ഇല്ല എങ്കിൽ 3 വർഷം കഴിഞ്ഞേ ഡേറ്റ് ഉള്ളൂ എന്നായിരിക്കാം. നാളെ വിളിക്കാതിരുന്നാൽ മതിയല്ലോ. ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ രഘുനാഥ് പലേരിയെ വിളിച്ച് കാര്യം പറഞ്ഞിട്ട്, ചേട്ടാ ഇങ്ങനെയാണ്, അതുകൊണ്ട് അവനെ നമ്മൾ ഒഴിവാക്കുകയാണ്, പകരം നമ്മൾ ലാല് സമ്മതിക്കുമെങ്കിൽ ലാലിനെ വെച്ച് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ സിനിമയിലെ നായകനായിട്ട് ലാല് വരുന്നത്. ഷാജി കൈലാസിന് ആ ഫോൺ കോൾ കൊണ്ടാണ് എൻ്റെ സിനിമയിൽ മണി നഷ്ടപ്പെട്ടത്. അയാളതിന് ബെൻ ജോൺസൺ എന്നുള്ള പടത്തിന് കൊടുത്തു ആ ഡേറ്റ്. അതിലൊന്നും എനിക്ക് നിരാശയൊന്നുമില്ല. കാരണം ലാലു പോലും എന്നോട് പറഞ്ഞത്, ലാലേട്ടൻ എന്നോട് പറഞ്ഞത്, ദിനേശേ ആത്മഹത്യാപരമായ ഒരു തീരുമാനമാണ് നീ എടുക്കുന്നത്. ഞാനിപ്പോൾ അഭിനയിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, എന്നെ നായകനാക്കരുത്, 10 പൈസ കിട്ടില്ല. ഞാനതിലെ മൂത്ത മകൻ്റെ വേഷം ചെയ്തോളാം, കാരണം നിന്നെ എനിക്കിഷ്ടമാണ്, നീ മണിയുമായിട്ട് കോംപ്രമൈസ് ആവുമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഏട്ടാ, ഈ പ്രോജക്റ്റ് നടന്നില്ലെങ്കിൽ ശരി, ഇനി അവനുമായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത ആളാണ് ഞാൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാറ്റയുടെ ജൽബോഡിക്ക് എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിന് ഞാൻ GS വിജയനും കൂടെ പോകുമ്പോൾ, GS വിജയനാണല്ലോ ആദ്യമായിട്ട് ക്യാമറ മുന്നിൽ നിർത്തിയത് സീരിയലിൽ. അപ്പോൾ പോകുമ്പോൾ മണി വിജയൻ ചേട്ടനെ വിളിച്ചു, എവിടെ ഉണ്ടോ നീ എന്നൊക്കെ പറഞ്ഞ് വിജയേട്ടൻ കുറേ നേരം സംസാരിച്ചിട്ടുണ്ട്. നിൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്തിരിപ്പുണ്ട് കേട്ടോ, ശാന്തിയുള്ള ദിനേശ് എന്ന് പറഞ്ഞു. മണി അപ്പുറത്ത് നിന്ന് കട്ടി കളഞ്ഞു. വിജയേട്ടൻ ഒരൊറ്റ ചിരി എന്നെ നോക്കിടാ, നിൻ്റെ പേര് പറഞ്ഞ പോകാൻ ഫോൺ കിട്ടി കളഞ്ഞു. എന്നാലും പാവം, ഒരുപാട് കാലം നമ്മളോടൊപ്പം ഉണ്ടാവും എന്ന് വിചാരിച്ച ആളാണ്. നമ്മൾ എവിടെയോ പറഞ്ഞു തുടങ്ങി, എവിടെയോ എത്തി. എന്തായാലും എൻ്റെ ജീവിതത്തിലെ ഈ ചമ്മലുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.